ചാടി ചാടി തെന്നി ആണ്ടേ. നോർത്ത് വെയിൽസിലെ കോൺവി എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ഞങ്ങൾ എയർബിഎൻബി എടുത്തത്. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നല്ല അടിപൊളി സ്ഥലം. Hello. Hi, are you okay? Good. How are you? Okay. He's a rascal. ആ ഫാമിൽ ഒരു കാരവൻ, അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ. ഒറ്റ നോട്ടത്തിൽ അത് ഭയങ്കര ചെറിയ കാരവനാണ്, പക്ഷെ അതിനകത്തൊരു ലോഞ്ചും ഒരു കിച്ചനും 2 ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഉണ്ട്. നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു കാരവൻ. നല്ല വെതറായിരുന്നു ആ സമയത്ത്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എവിടെയും പോകാൻ തോന്നിയില്ല. ഞങ്ങളവിടെ ബാർബിക്യൂ അടിച്ച് ചില്ല് ചെയ്തിരുന്നു. ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസും ചിക്കനും ഫിഷ് എല്ലാം ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. പിന്നെ അത്രയും നല്ല ലൊക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ റീൽ എടുക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. നല്ല തുടക്കം. വെയിൽസിൽ മെയിൻ ആയിട്ട് പോയത് ഇതിൽ കയറാനായിരുന്നു. സിപ്പ് വേൾഡിലെ ഫോറസ്റ്റ് കോസ്റ്റർ. എന്ത് തിരക്കാ? വേറൊന്നുമില്ല, കാട്ടിക്കൂടെ ഒരു റോളർ കോസ്റ്റർ റൈഡ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയിട്ട് അവർ നമ്മുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. ഒരു റൈഡിൽ 2 പേർക്ക് കയറാം. 150 kg അണ്ടർ വന്നാൽ മതി. അത് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു. അവരതിൻ്റെ റൂൾസ് ഒക്കെ പറയുമായിരുന്നു. ബ്രേക്ക് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. 3 തവണയുണ്ട്. പിന്നെ വെബ് ക്യാമറ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. Is there anywhere we can keep our phones or anything? The only place you can keep it is there's shelves just behind there. Okay. ഹലോ. ആദ്യത്തെ റൈഡിൽ ഞങ്ങളുടെ കിളിയും കിളിക്കൂടും പോയത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് റൈഡ്? ഓക്കെ ബോയ്സ്, ബൈ. സീറ്റ് ബെൽറ്റ് വേണ്ട, ആ വഴി വിട്ടോ. നമ്മൾ ആദ്യം സ്ലോയിൽ അപ്പ് ഹില്ല് കയറുമ്പോൾ നല്ല കിടിലം വ്യൂ ആണ്. അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേച്ചർ ഒട്ടും നടപ്പില്ല. അവിടുത്തെ കലാപരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു, ഒരു ലൈറ്റ് ഹൗസ് വ്യൂ. അത് കാണാൻ പോയി. അവിടുത്തെ മൗണ്ടെയിൻ റെയിൽവേസ് കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ ട്രാംസും ഈ സ്റ്റീം എഞ്ചിൻ്റെ ട്രെയിനും. ഇത് അവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ട്രാമാണ്, ഗ്രേറ്റ് ഹോം ട്രാംവേ. ഇത് UK ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇത് കേബിൾ ഹോൾഡാണ്. ചെറിയ ട്രാമാണ്. ഇതിലായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരൊക്കെ സഞ്ചരിച്ചിരുന്നത്. ഇതൊരു മലയുടെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പബ്ലിക് റോഡ്സിലൂടെ പോകും. സംഭവം ഭയങ്കര ചെറിയ ട്രാമും ഭയങ്കര സ്ലോ ഒക്കെ ആണെങ്കിലും വ്യൂ അടിപൊളിയാട്ടോ. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഡൗൺ ഹിൽ ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ ഫുഡ് അന്വേഷിച്ചൊരു സ്പോട്ടിലെത്തി. പക്ഷെ അത് ആക്ച്വലി ഒരു കഫേ മാത്രമല്ലായിരുന്നു. അവിടെ റാഫ്റ്റിങ്ങും കനൂയിങ്ങും പ്ലസ് ഫുഡും. അത് നല്ല വൈബുള്ള ഏരിയ കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ കാണാൻ പോയി. ട്രെയിനിൽ കയറാൻ നോക്കിയപ്പോൾ അതിനകത്ത് 3-4 മണിക്കൂർ നമ്മൾ ഇരിക്കണം. പിന്നെ അതിനുള്ള സമയമില്ലാത്ത കാരണം ഇങ്ങ് പോകുന്നു.
പിന്നെ നേച്ചർ വൈബ്. അന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് നല്ല ഹെവിയാക്കി. അവിടുത്തെ ടൗൺ സെൻറ്ററിൽ തന്നെയുള്ള ഒരു മെയിൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയി റൈസും സാലഡും ചിക്കൻ ലാം സ്റ്റീക്സ് എല്ലാം കഴിച്ചു. ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടുത്തെ ടൗൺ സെൻറ്ററെല്ലാം ഒന്ന് കറങ്ങി. പിന്നെ അവിടെ ഒരു ഗെയിം സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് ഗെയിം കളിച്ചു. 5 hours ട്രാവൽ ഉണ്ടായിരുന്നു. നേരെ റിട്ടേൺ.